the change that you want to see in the world. Mahatma Gandhi. My heartfelt wishes for 75th Independence Day. This is the day to acknowledge our privilege of being born in India. We all are really proud to be an Indian. India gained independence on 15th August 1947. We know that now we are living in this independent India only because of the sacrifice and struggle of our freedom fighters. On this day, we commemorate our great leaders like Mahatma Gandhi, Subhash Chandra Bose, Jawaharlal Nehru, Lal Bahadur Shastri, Rani Lakshmi Bai and many others. After the independence, Pandit Jawaharlal Nehru was chosen as the first Prime Minister of India. Lord Mountbatten, who was the last Viceroy, was selected the first Governor General of Constituent India. On 15th August 1947, Jawaharlal Nehru unfurled our tricolour flag at the Red Fort in New Delhi for the first time and addressed the 500,000 people and paid his tribute to Mahatma Gandhi. Independence Day is observed throughout India with flag hosting ceremonies, parades and lot of cultural events. There's a big celebration each year in New Delhi at Rajpath where the national anthem is sung after the Prime Minister hoists the flag. Indian Defence Service conduct parades on this day. 15th August is not only about freedom, it reminds us about the pain of being enslaved, the spirit of patriotism, strength of unity, and also defines the sacrifices. It's our responsibility as proud citizens to perform our duty and put our best efforts for the growth and development of our country. On this day, we should take an oath that we will always with our motherland till our last breath. 25ാം വർഷത്തിലേക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്നെ ശ്രവിക്കുന്ന ഈ ദേവാലയ അങ്കണത്തിൽ നമ്മൾ ഉയർത്താൻ പോകുന്ന കൊടിമരത്തിന്റെ ചുറ്റുമായിരിക്കുന്ന ഇടവയുടെ പ്രിയപ്പെട്ട കൈക്കാരന്മാര്, വിജ്ഞാനപീഠം സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാര്, അധ്യാപകര്, വിജ്ഞാനപീഠം സ്കൂളുകളിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കള്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ പ്രതീക്ഷയാണ് അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തുക എന്നുള്ളത്. നമുക്ക് അഭിമാനിക്കാം ആദ്യമേ തന്നെ. കാരണം നമ്മുടെ പൂർവികരുടെ അധ്വാനം വഴി, അവരുടെ ജീവത്യാഗം വഴി, ജാതിമത ഭേദമന്യേയുള്ള ഐക്യം വഴി നമുക്ക് ഇതേപോലെ നിൽക്കുവാൻ, നമ്മുടെ ദേശത്തിന്റെ സ്വാതന്ത്ര്യം, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഇടവകയുടെ സ്വാതന്ത്ര്യം ഇവിടെ പ്രകടിപ്പിക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. എന്നാൽ ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു പോകുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണോ അവിടെയൊക്കെ ഐക്യവും ഉയർച്ചയും ഉണ്ടാകുവാൻ ഇടവരുമ്പോൾ അഭിമാനത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുവാൻ, ഐക്യം സംജാതമാകുവാൻ ഇടയാകട്ടെ എന്നാകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പതാക ഞാൻ ഉയർത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാഷ്ട്രത്തെ നമുക്ക് വണങ്ങാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. Flag salute. Jai Shri Ram. പ്രതിജ്ഞ. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അമരക്കാരൻ. അഹിംസ എന്ന ആയുധത്താൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച വ്യക്തിത്വം. 200 വർഷക്കാലം നീണ്ടുനിന്ന അടിമത്തത്തിന് വിരാമമിട്ട് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ പാതയിലേക്ക് നയിച്ച പൊൻതാരകം.
സത്യത്തെ ജീവശ്വാസമാക്കി ധർമ്മത്തിൻ്റെ പ്രതിരൂപമായി മാറിയ നമ്മുടെ രാഷ്ട്രപിതാവ് ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. എന്നാൽ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന ആ മഹത്തായ പാരമ്പര്യം നമ്മുടെ ജീവിതയാത്രയിൽ കൈമോശം വന്നുവോ? നമുക്കൊന്ന് കണ്ടു നോക്കാം. കോവിഡ് എന്ന മഹാമാരി ടെക്നോളജി കൊണ്ടും ആയുധബലം കൊണ്ടും അഹങ്കരിച്ചു പോയ മനുഷ്യൻ ഒരു കൊച്ചു വൈറസിന്റെ മുൻപിൽ പകച്ചുപോയിരിക്കുന്നു. ചരിത്രത്തിലെ പല കാലഘട്ടങ്ങളിലും മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ധാരാളം മഹാമാരികൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധികളിൽ തളരാത്ത മനുഷ്യൻ ഈ മഹാമാരികൾക്കെതിരെയെല്ലാം പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ട് വീണ്ടും വിജയക്കുതിപ്പിലേക്ക് ഒത്തൊരുമിച്ച് നീങ്ങുന്നു. ബാലവേല, ശൈശവ ജീവിതവും വിദ്യാഭ്യാസവും നിഷേധിച്ചുകൊണ്ട് കുട്ടികളുടെ മാനസികവും ശാരീരികവും സാമൂഹികവും ധാർമ്മികവുമായ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന അവസ്ഥ. നാളത്തെ ഭരണചക്രം തിരിക്കേണ്ടത് ഇന്നത്തെ കുഞ്ഞു തലമുറയാണ്. ഒരു പുരോഗമന സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല ഇത്. എന്നാൽ ഇന്ന് ഇത് നമ്മുടെ നിയമ സംവിധാനങ്ങളാൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയും സമൂഹവും ഈ സാമൂഹിക തിന്മയ്ക്കെതിരെ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. കർഷകൻ, രാജ്യത്തിൻ്റെ നട്ടെല്ല് തന്നെ കർഷകരാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് കാർഷിക മേഖലയും നവീകരിക്കപ്പെടേണ്ടതുണ്ട്. കർഷകരുടെ പുരോഗമനം രാജ്യത്തിൻ്റെ പുരോഗമനമാണ്. ഒരു സ്വാശ്രയത കർഷകന് മാത്രമേ സ്വാശ്രയത ഇന്ത്യയുടെ അടിത്തറയിടാൻ കഴിയൂ. മതമൈത്രിയുടെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വിഭിന്നമായ മതങ്ങളുടെ സങ്കരമാണ് ഭാരത സംസ്കാരത്തിന്റെ പ്രത്യേകത. ഹിന്ദു മതം, ഇസ്ലാം മതം, ക്രിസ്തു മതം എന്നിവ തുല്യതയോടെ ഇന്ത്യയിൽ വർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ ഭാരതം കഴിഞ്ഞകാല സംസ്കാരത്തിൽ നിന്ന് ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുന്നു. എല്ലാ മതങ്ങളെയും ഒന്നുപോലെ കണ്ടിരുന്ന സമത്വ മനോഭാവം ഇന്നുണ്ടോ? മതങ്ങളുടെ പേരിൽ തെരുവുകളിൽ മനുഷ്യർ പോരാടുന്നു. എല്ലാ നദികളും സമുദ്രത്തെ തേടുന്നത് പോലെ എല്ലാ മതങ്ങളും ഈശ്വരനെ തന്നെയാണ് തേടുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മഹത്വചനം നാം ഒരിക്കലും വിസ്മരിക്കരുത്. മനുഷ്യർ എല്ലാ കാലത്തും അതിജീവന വീരഗാഥകൾ രചിച്ചിട്ടുള്ളവരാണ്. അതിജീവനം അത് അവൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. നിരാശയുടെ നിർക്കയത്തിൽ നിന്നും പ്രത്യാശയുടെ തീരത്തേക്ക് ഈ കോവിഡ് കാലത്ത് സ്നേഹവും കരുണയും കൈമുതലാക്കി നമുക്ക് യാത്ര ചെയ്യാം. അത് ഗാന്ധിജി വിഭാവനം ചെയ്ത മഹത്തരമായ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ യാത്ര 75ാം വാർഷികത്തിലെത്തുമ്പോൾ പ്രത്യാശയോടെ നമുക്ക് പാടാം. ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, അഹിംസ എന്നൊരു മന്ത്രം ചൊല്ലിയ ഗാന്ധിജിയുടെ തറവാട്. ഇതു ഭാരത നാട്, ഇതു ഭാരത നാട്. Morning all. At first, I would like to wish you all a happy Independence Day. Today, we are celebrating the 75th Independence Day of our motherland. We are celebrating the Independence Day to pay tribute and remind the struggles undertaken by the great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, Rani Lakshmibai, etc. This year, the theme of our Independence Day is Nation First, Always First. I am always proud to be an Indian. Let us fight against the wrong and pledge to be united always. Once again, I wish you all a happy Independence Day. Stay safe, stay at home. Thank you. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम.
सबको सन्मति दे भगवान। Ignorance is always afraid of change. Jai Hind. Give me blood, I will give you freedom. मारे या कोई मारे ना, यहाँ अपनी भी थोड़ी अदा थोड़ा अंदाज है। ऐसे है चाहे वैसे है, अरे जो भी है जैसे है, खुद पे हम न्याज है। हमको प्यार
ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ആകാശഗംഗയൊഴുകി വന്ന ഭൂമി ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി വേദാന്ത സാര വിഹാര പുണ്യഭൂമി വേദാന്ത സാര വിഹാര പുണ്യഭൂമി ബാസുരഭൂമി ഭാരതഭൂമി ബാസുരഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ